ഹലോ. അങ്ങനെ ജിന്നിൻ്റെ മാലാകപ്പെണ്ണിൻ്റെ കഥ തുടരുന്നു. അങ്ങനെ മാലാകപ്പെണ്ണിനെ വിളിച്ചു. ജിന്നിൻ്റെ ഉമ്മയും ഉപ്പയും അനിയത്തിക്കുട്ടിയും വിളിച്ചു. അങ്ങനെ ഇവരെ ഓരോന്നൊക്കെ സംസാരിച്ച് ഇതാണ്, എന്താ മോളെ വിശേഷം, സുഖമല്ലേ മോൾക്ക്, കുഴപ്പമൊന്നുമില്ലല്ലോ, അവൻ എങ്ങനെയുണ്ട്, അവൻ ഇപ്പം എവിടെയാണ്, ഫുഡെല്ലാം കഴിച്ചില്ലേ, ഫുഡെല്ലാം വാങ്ങിച്ചു തന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ആ ഉമ്മ കുഴപ്പമൊന്നുമില്ല, ഫുഡെല്ലാം വാങ്ങിച്ചു തന്നു, ഇപ്പോൾ ഞാൻ റൂമിൽ ഉറങ്ങാൻ പോവുകയാണ്, സാറ് മേലെ ഉണ്ട്, ഞാൻ താഴത്താണ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ മോളെ, എന്നാൽ ശരി മോളെ, നാളെ വിളിക്കാട്ടോ. ഓക്കെ ഓക്കെ ഉമ്മ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ കൽപ്പച്ചക്കൻ എങ്ങനെ കിടന്ന് പാട്ടെല്ലാം കേട്ടു ആസ്വദിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് അവൻ്റെ ഉള്ളിലേക്ക് മനസ്സിലും കണ്ണിലും ഒരുപോലെ കണ്ട ഒരു ചിത്രം, അത് അവളുടെ ചിത്രമായിരുന്നു. അത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഇന്നുവരും കാണാത്ത പോലെ ഒരു ഫീല് അവൻ്റെ കണ്ണുകൾക്കും അവൻ്റെ ഹൃദയങ്ങൾക്കും തോന്നിപ്പോയി. ആ സമയത്ത് അവൻ വിചാരിച്ചു, അവൾക്ക് കുറച്ച് കഴിഞ്ഞ് ഒരു പണി കൊടുത്താലോ എന്നൊക്കെ ആലോചിച്ച്, എന്ത് പണി കൊടുക്കും, പെട്ടെന്ന് പോയി വിളിച്ചാൽ അവൾ എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. എന്താ കൊടുക്കുക എന്നൊക്കെ. ഒരു കാര്യം ചെയ്യാം, നാളത്തെ ഫയലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവളെ ഉറക്കം കളയാം എന്നൊക്കെ ചിന്തിച്ചു. അവനക്ക് വേറെ ഒന്നുമല്ല കേട്ടോ, അവളുടെ കണ്ണിലെ ഉള്ള തിളക്കം അവൻ ഒരു മിന്നാമിന്നെ പോലെ അവൻ കണ്ടല്ലോ, അത് ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അവളുടെ എന്ത് പറയണം, അവൾക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്, ഇവനെങ്ങാനെ ഇടയിൽ വന്ന് വിളിക്കുമോ, പെട്ടെന്ന് വെക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ മയങ്ങിപ്പോയി. കുറച്ച് സമയം ഉറങ്ങിപ്പോയ സമയത്ത് ഡോർബെൽ മുട്ടുന്നു. അയ്യോ, ഈ സമയത്ത് ആരാ വിളിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, അവളിങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കൽപ്പഞ്ചക്കനാണെന്ന് ഇവൾക്കറിയാലോ, അവനല്ലാതെ വേറെ ആരുമില്ലല്ലോ. പിന്നെ ഉറക്കത്തിൽ ഉറങ്ങിപ്പോയപ്പോൾ ലെൻസിൻ്റെ കാര്യമൊന്നും അവൾക്ക് ഓർമ്മയില്ല. പക്ഷേ അവൾ ഒന്നും ഓർമ്മയില്ലാത്തതുകൊണ്ട് കണ്ണും തിരുമ്പി ഡോർ പോയി തുറന്നു. എന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സാറ്, ഹലോ സാർ. ഇവനാണെങ്കിൽ കണ്ണും തള്ളി ഇരിക്കുകയാണ്. ഇവളുടെ ശരിക്കുള്ള ഫേസ് കണ്ടിട്ട് എന്തിനു പറയണം, ഒരു മാലാക തന്നെ. അവൻക്ക് ആ 16കാരൻ്റെ ആ കൗമാരപ്രായം ഓർമ്മ വന്നു, അവളുടെ മാലാക പെണ്ണിൻ്റെ ആ ഓർമ്മ വന്നു അവൻ്റെ. എന്തിന് പറയണം, ഒന്നും ഒരു രക്ഷയില്ലാത്തൊരവസ്ഥ. പക്ഷേ ഇവൾക്കും അതൊന്നും ഓർമ്മയില്ല. ഉറക്കത്തിൽപ്പെട്ടാൽ പെണ്ണ് വേറൊരു ലോകത്താണ്. എന്തിനും പറയണം. പക്ഷേ ഇവളെ വിളിച്ചു. ഹലോ ഹലോ ഷാനിയ, ഹലോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. എവിടെ, ഒരു വിവരവുമില്ല. അവൾ ഉറക്കം തോന്നുകയാണ്. നീ പോയി കിടന്നു. ഓക്കെ സാർ, ഉറങ്ങാന്നൊക്കെ പറഞ്ഞ് അവൾ പോയി ഉറങ്ങി കിടന്നു. ഡോർ പോലും പൂട്ടിയില്ല, അവൾ പോയി കിടന്നു. ഇവനാണെങ്കിൽ ആകെ ഒരു അസ്വസ്ഥതായ പോലെ.